ശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഷ്യയിലെ സഭയെക്കുറിച്ചുള്ള പൊതുവായ അറിവുകൾ നമുക്ക് പഠിക്കാം. ഏഷ്യയിലെ സഭ എന്ന പ്രബോധനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ഏഷ്യയിലെ സഭ എന്ന പ്രബോധനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഉത്തരം. ഏഷ്യയിലെ സഭ എഴുതപ്പെട്ട വർഷമേത്? ഏഷ്യയിലെ സഭ എന്ന പ്രബോധനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ വർഷം 1999. ഏഷ്യയിലെ സഭ ഒരു ഡാഷ് ആണ് എന്നാണ് ഉത്തരം. അപ്പസ്തോലിക ആഹ്വാനമാണ്. ഏഷ്യയിലെ സഭ ഒരു അപ്പസ്തോലിക ആഹ്വാനമാണ്. അടുത്ത ചോദ്യം, അമേരിക്കയുടെ മണ്ണിൽ കുരിശു സ്ഥാപിക്കപ്പെട്ടത് ഏതു സഹസ്രാബ്ദത്തിലാണ്? അമേരിക്കയുടെ മണ്ണിൽ കുരിശു സ്ഥാപിക്കപ്പെട്ടത് ഏതു സഹസ്രാബ്ദത്തിലാണ്? 2-ാം സഹസ്രാബ്ദത്തിൽ. ഉത്തരം 2-ാം സഹസ്രാബ്ദത്തിലാണ് അമേരിക്കയുടെ മണ്ണിൽ കുരിശ് സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, മെത്രാന്മാരുടെ സിനഡിൻ്റെ പ്രത്യേക സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ഏഷ്യയ്ക്കായുള്ള മെത്രാന്മാരുടെ സിനഡിൻ്റെ പ്രത്യേക സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ഉത്തരം വത്തിക്കാനിൽ വെച്ചാണ് ഏഷ്യയ്ക്കായുള്ള മെത്രാന്മാരുടെ സിനഡിൻ്റെ പ്രത്യേക സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എന്താണ്? ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എന്താണ്? ഉത്തരം ജനതകളുടെ വൈവിധ്യം. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ജനതകളുടെ വൈവിധ്യമാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രാചീനവും പ്രധാനവുമായ മതങ്ങൾ എവിടെയാണ് ജന്മമെടുത്തത്? ഉത്തരം ഏഷ്യയിൽ. ലോകത്തിലെ ഏറ്റവും പ്രാചീനവും പ്രധാനവുമായ മതങ്ങൾ ജന്മമെടുത്തത് ഏഷ്യയിലാണ്. അടുത്ത ചോദ്യം, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എവിടെയാണ് നടന്നത്? ഏഷ്യയിൽ. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എവിടെയാണ് നടന്നത്? ഉത്തരം ഏഷ്യ. ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന 2 രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യയും ചൈനയും. ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ഏഷ്യൻ സംസ്കാരങ്ങളിൽ ഇവയിൽ ഏത് മൂല്യമാണ് ഏറ്റവും പ്രത്യേകിച്ച് വിലമതിക്കപ്പെടുന്നത്? കുടുംബം ശക്തിയുടെ സജീവ സ്രോതസ്സാണ്. കുടുംബത്തിൽ നിന്നാണ് ഏഷ്യൻ സംസ്കാരങ്ങളിൽ ശക്തി സ്വീകരിക്കുന്നത്. ഏഷ്യൻ സംസ്കാരങ്ങളിൽ ഇവയിൽ ഏത് മൂല്യമാണ് ഏറ്റവും പ്രത്യേകിച്ച് വിലമതിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. കുടുംബം ശക്തിയുടെ സജീവ സ്രോതസ്സ് എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ധീരതയോടെ നേരിട്ടുകൊണ്ട് സേവനത്തിൻ്റെ ഒരു ഛായാചിത്രമായി നിലകൊള്ളുന്ന ഏഷ്യയിലെ വിശുദ്ധ വ്യക്തി ആരാണ്? സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ധീരതയോടെ നേരിട്ടുകൊണ്ട് സേവനത്തിൻ്റെ ഒരു ഛായാചിത്രമായി നിലകൊള്ളുന്ന ഏഷ്യയിലെ വിശുദ്ധ വ്യക്തി വിശുദ്ധ മദർ തെരേസയാണ്. വിശുദ്ധ മദർ തെരേസയാണ് സേവനത്തിൻ്റെ മാതൃകയുമായി ഏഷ്യയിൽ ആദ്യമായി മുന്നിട്ടിറങ്ങിയത്. അടുത്ത ചോദ്യം ഇതാണ്, 3-ാം നൂറ്റാണ്ട് മുതൽ ഏഷ്യയിലെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു സുപ്രധാന ശക്തി ആരായിരുന്നു? 3-ാം നൂറ്റാണ്ട് മുതൽ ഏഷ്യയിലെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു സുപ്രധാന ശക്തി ആരായിരുന്നു?
ഉത്തരം സിറിയയിലെ സന്യാസ സമൂഹങ്ങൾ എന്നാണ് അതിൻ്റെ ഉത്തരം. സിറിയയിലെ സന്യാസ സമൂഹങ്ങൾ. അടുത്ത ചോദ്യം, 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം മുഴുവനായി സ്വീകരിച്ച ആദ്യത്തെ രാഷ്ട്രമേത്? അർമേനിയ. 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം മുഴുവനായി സ്വീകരിച്ച ആദ്യത്തെ രാഷ്ട്രം അർമേനിയയാണ്. അർമേനിയ. അടുത്ത ചോദ്യം, അറേബ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം വേരുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? അറേബ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം വേരുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഉത്തരം ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായ വിഭജനങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായ വിഭജനങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം വേരുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം. പ്രൊപ്പഗാന്ത ഫിദെ വേദ പ്രചാരണ സംഘം എന്ന തിരുസംഘം സ്ഥാപിച്ച മാർപ്പാപ്പയാര്? പ്രൊപ്പഗാന്ത ഫിദെ വേദ പ്രചാരണ സംഘം എന്ന തിരുസംഘം സ്ഥാപിച്ച മാർപ്പാപ്പ ആര്? ഉത്തരം ഗ്രിഗറി 15. ഗ്രിഗറി 15 പ്രൊപ്പഗാന്ത ഫിദെ എന്ന തിരുസംഘം സ്ഥാപിച്ചത്. പ്രൊപ്പഗാന്ത ഫിദെയുടെ അർത്ഥമായിരിക്കും വേദ പ്രചാരണ സംഘം. അടുത്ത ചോദ്യം, 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏത് ഡിക്രിയാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ സാർവത്രിക സഭയുടെ പ്രേഷിത സ്വഭാവം, പ്രേഷിത പ്രവർത്തനം എന്നിവയെക്കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്? 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏത് ഡിക്രിയാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ സാർവത്രികത, സഭയുടെ പ്രേഷിത സ്വഭാവം, പ്രേഷിത പ്രവർത്തനം എന്നിവയെക്കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആദിജന്തസ്. ഉത്തരം ആദിജന്തസ് ആണ്. അടുത്ത ചോദ്യം, സുവിശേഷം വിതയ്ക്കുന്നതിന് കൂടുതൽ പൂർണ്ണമായി ഒരുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ ചക്രവാളങ്ങളെ സഭയ്ക്ക് മുൻപിൽ ദൈവം തുറന്നിടുകയാണ്. ഇത് ഏത് ചാക്രിക ലേഖനത്തിൽ നിന്നുള്ളതാണ്? സുവിശേഷം വിതയ്ക്കുന്നതിന് കൂടുതൽ പൂർണ്ണമായി ഒരുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ ചക്രവാളങ്ങളെ സഭയ്ക്ക് മുൻപിൽ ദൈവം തുറന്നിടുകയാണ്. ഇത് ഏത് ചാക്രിക ലേഖനത്തിൽ നിന്നുള്ളതാണ്? ഉത്തരം രക്ഷകന്റെ മിഷൻ. ഉത്തരം രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നുള്ള വാചകമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം വാചകം. സുവിശേഷം വിതയ്ക്കുന്നതിന് കൂടുതൽ പൂർണ്ണമായി ഒരുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ ചക്രവാളങ്ങളെ സഭയ്ക്ക് മുൻപിൽ ദൈവം തുറന്നിടുകയാണ്. അടുത്ത ചോദ്യം, ഏഷ്യ ഭൂഖണ്ഡത്തിലെ ജനതകൾക്ക് സഭ നൽകേണ്ട അനന്യമായ സംഭാവന എന്ത്? ഏഷ്യ ഭൂഖണ്ഡത്തിലെ ജനതകൾക്ക് സഭ നൽകേണ്ട അനന്യമായ സംഭാവന എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം. ഉത്തരം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം. അടുത്ത ചോദ്യം, ഈ ദൗത്യം മിക്കപ്പോഴും ക്ലേശപൂർണവും അപകടകരമായ സാഹചര്യങ്ങളിലുമാണ് നിർവഹിക്കപ്പെടുന്നത്. ഏതു ദൗത്യം? സുവിശേഷവൽക്കരണം. ഈ ദൗത്യം, ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. ഈ ദൗത്യം മിക്കപ്പോഴും ക്ലേശപൂർണവും അപകടകരമായ സാഹചര്യങ്ങളിലാണ് നിർവഹിക്കപ്പെടുന്നത്. ഏതു ദൗത്യം? സുവിശേഷവൽക്കരണം. സുവിശേഷം ലോകമെങ്ങും പോയി പ്രസംഗിക്കുക, അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുക എന്ന ക്രൈസ്തവൻ്റെ ദൗത്യം മിക്കപ്പോഴും ക്ലേശപൂർണവും അപകടകരമായ സാഹചര്യങ്ങളിലുമാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യം, വിശ്വാസദാനം സ്വീകരിച്ചിട്ടുള്ള സകലരുടെയും ഗൗരവപൂർണമായ കടമ എന്താണ്? വിശ്വാസദാനം സ്വീകരിച്ചിട്ടുള്ള സകലരുടെയും ഗൗരവപൂർണമായ കടമ എന്താണ്? ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ സത്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നതാണ്. ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ സത്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഏവ? ഏഷ്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഏവ? ദാരിദ്ര്യവും ചൂഷണവുമാണ്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ
ഏത് വിഭാഗമാണ് പലപ്പോഴും ഉയർന്ന നിരക്ഷരതയും വിവേചനവും നേരിടുന്നത്? ഏഷ്യയിലെ ഏത് വിഭാഗമാണ് പലപ്പോഴും ഉയർന്ന നിരക്ഷരതയും വിവേചനവും നേരിടുന്നത്? ഉത്തരം സ്ത്രീകളാണ്. ഇനി അടുത്ത ചോദ്യം. ഏഷ്യയിൽ ആത്മീയ സമ്പന്നതയുടെയും സുവിശേഷവൽക്കരണത്തിൻ്റെയും മഹത്തായ മാർഗങ്ങളുടെയും ഉറവിടമായി അംഗീകരിക്കപ്പെടേണ്ടവർ ആരാണ്? ഉത്തരം വിശുദ്ധരും രക്തസാക്ഷികളുമാണ്. ഏഷ്യയിൽ ആത്മീയ സമ്പന്നതയുടെയും സുവിശേഷവൽക്കരണത്തിൻ്റെയും മഹത്തായ മാർഗങ്ങളുടെയും ഉറവിടമായി അംഗീകരിക്കപ്പെടേണ്ടവർ ആരാണ്? വിശുദ്ധരും രക്തസാക്ഷികളുമാണ്. ഉത്തരം വിശുദ്ധരും രക്തസാക്ഷികളും. മറ്റു മതസമൂഹങ്ങളിൽ നിന്ന് സഭയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മറ്റു മതസമൂഹങ്ങളിൽ നിന്ന് സഭയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അടുത്ത ചോദ്യം. ഏഷ്യ മുഴുവൻ ഉത്ഥിതനായ കർത്താവിൻ്റെ സമാധാനത്തിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഏഷ്യയിലെ സഭയുടെ ഹൃദയത്തിൻ്റെ വികാരം എങ്ങനെയുള്ളതായിരിക്കും? വിശ്രമരാഹിത്യം. ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. ഏഷ്യ മുഴുവൻ ഉത്ഥിതനായ കർത്താവിൻ്റെ സമാധാനത്തിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഏഷ്യയിലെ സഭയുടെ ഹൃദയത്തിൻ്റെ വികാരം എങ്ങനെയുള്ളതായിരിക്കും? വിശ്രമരാഹിത്യം. വിശ്രമമില്ലാതെ യേശുവിന് സാക്ഷികളായിരിക്കുന്നവരായിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. മാനസാന്തരപ്പെടുന്ന പാപികൾക്ക് സ്ഥാനമുള്ളത് എവിടെയാണ്? സ്വർഗപിതാവിൻ്റെ വിരുന്നുമേശയിലാണ്. മാനസാന്തരപ്പെടുന്ന പാപികൾക്ക് എവിടെയാണ് സ്ഥാനമുള്ളത് എന്നാണ് ചോദ്യം. സ്വർഗപിതാവിൻ്റെ വിരുന്നുമേശയിൽ ആണ് അവർക്ക് സ്ഥാനമുള്ളത്. അടുത്ത ചോദ്യം. സൃഷ്ടാവും അവിടുത്തെ സൃഷ്ടിയും തമ്മിൽ ഒരു വിടവ് ഉണ്ടാക്കിയിരുന്നു. എന്ത്? ആദിമ പാപം. ചോദ്യം. സൃഷ്ടാവും അവിടുത്തെ സൃഷ്ടിയും തമ്മിൽ ഒരു വിടവുണ്ടാക്കിയിരുന്നു. എന്ത്? ആദിമ പാപം. അടുത്ത ചോദ്യം. കുരിശിലെ യേശുവിൻ്റെ അവസാന നിലവിളി എന്തായിരുന്നു? കുരിശിലെ യേശുവിൻ്റെ അവസാന നിലവിളി എന്തായിരുന്നു? ഉത്തരം പിതാവേ, അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കുരിശിലെ അവസാന നിലവിളി എന്തായിരുന്നു? ഉത്തരം പിതാവേ, അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അടുത്ത ചോദ്യം. യേശുവിൻ്റെ സമ്പൂർണ്ണ മാനുഷിക ജീവിതം ഓരോ മനുഷ്യനെയും കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്? യേശുവിൻ്റെ സമ്പൂർണ്ണ മാനുഷിക ജീവിതം ഓരോ മനുഷ്യനെയും കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം സ്നേഹം സ്വീകരിക്കുക, സ്നേഹം പകരം നൽകുകയും ചെയ്യുക. ഉത്തരം സ്നേഹം സ്വീകരിക്കുക, സ്നേഹം പകരം നൽകുകയും ചെയ്യുക. അടുത്ത ചോദ്യം. ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശുവാണെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ നിയമവാക്യം ഏതാണ്? ഉത്തരം 1 തിമോത്തി 2:5-6 വാക്യങ്ങളാണ്. ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശുവാണെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ നിയമവാക്യം ഏതാണ്? 1 തിമോത്തി 2:5-6 വാക്യങ്ങളാണ്. അടുത്ത ചോദ്യം. എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ചരിത്രത്തിൻ്റെയും പൂർത്തീകരണമായി യേശു എങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്? എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ചരിത്രത്തിൻ്റെയും പൂർത്തീകരണമായി യേശു എങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്? ഉത്തരം ജീവിച്ചു, മരിച്ചു, വീണ്ടും ഉയർത്തെഴുന്നേറ്റ വചനമെന്ന നിലയിൽ. ജീവിച്ചു, മരിച്ചു, വീണ്ടും ഉയർത്തെഴുന്നേറ്റ വചനമെന്ന നിലയിൽ യേശു ജീവിച്ചു, മരിച്ചു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിയ തിരുവചനമാണ് യേശു. ജീവിച്ചു, മരിച്ചു, വീണ്ടും ഉയർത്തെഴുന്നേറ്റ വചനമെന്ന നിലയിലാണ് എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ചരിത്രത്തിൻ്റെയും പൂർത്തീകരണമായി യേശു പ്രഖ്യാപിക്കപ്പെടുന്നത്.
അടുത്ത ചോദ്യം, നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം പരിശുദ്ധാത്മാവിന് എന്തു പേരാണ് നൽകുന്നത്? നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം പരിശുദ്ധാത്മാവിന് എന്തു പേരാണ് നൽകുന്നത്? ഉത്തരം, ജീവദാതാവായ കർത്താവ്. ജീവദാതാവായ കർത്താവ് എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഉൽപ്പത്തിയിൽ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണപ്പെടുന്നു. എങ്ങനെ? ഉൽപ്പത്തിയിൽ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണപ്പെടുന്നു. എങ്ങനെയാണ് കാണപ്പെടുന്നത്? ജലത്തിന്മേൽ ആഞ്ഞടിക്കുന്ന ശക്തമായ കാറ്റായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഉൽപ്പത്തിയിലെ സൃഷ്ടിയുടെ വിവരണത്തിൽ നാം കാണുന്നത്. ജലത്തിന്മേൽ ആഞ്ഞടിക്കുന്ന ശക്തമായ കാറ്റ്. അടുത്ത ചോദ്യം, ജീവന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ മാത്രമല്ല ശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനായി ആത്മാവിൻ്റെ സാന്നിധ്യ ശക്തി അനുഭവിക്കുന്നവർ ആരാണ്? ജീവന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ മാത്രമല്ല ശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനായി ആത്മാവിൻ്റെ സാന്നിധ്യ ശക്തി അനുഭവിക്കുന്നവർ ആരാണ്? മാമോദീസായിൽ പുനർജനിച്ചവരാണ്. ഉത്തരം, മാമോദീസായിൽ പുനർജനിച്ചവർ. അടുത്ത ചോദ്യം, രക്ഷാചരിത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പരമോന്നത പ്രവൃത്തി എന്താണ്? രക്ഷാചരിത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പരമോന്നത പ്രവൃത്തി എന്താണ്? ഉത്തരം, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, യേശു തൻ്റെ പ്രവാചക ശുശ്രൂഷ തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം, നസ്രത്തിലെ സിനഗോഗിലാണ്. ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. യേശു തൻ്റെ പ്രവാചക ശുശ്രൂഷ തുടങ്ങിയത് എവിടെയാണ്? നസ്രത്തിലെ സിനഗോഗിലാണ്. ഏഷ്യയിലെ സഭ ആത്മാവിൽ നിരന്തരം എന്ത് പ്രാർത്ഥനയാണ് ഉച്ചരിക്കുന്നത്? ഏഷ്യയിലെ സഭ ആത്മാവിൽ നിരന്തരം എന്ത് പ്രാർത്ഥനയാണ് ഉച്ചരിക്കുന്നത്? ഉത്തരം, പരിശുദ്ധാത്മാവേ വരിക, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. ഉത്തരം, പരിശുദ്ധാത്മാവേ വരിക, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അടുത്ത ചോദ്യം, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. സുവിശേഷം, അധ്യായം, വാക്യം എഴുതുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനമാണത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യമാണ്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ക്രിസ്തീയ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തീയ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരം, ശിഷ്യരാക്കാനുള്ള യേശുവിൻ്റെ കൽപ്പന. ശിഷ്യരാക്കാനുള്ള യേശുവിൻ്റെ കൽപ്പന എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, യഥാർത്ഥ സുവിശേഷവൽക്കരണം എന്താണ്? യേശു കർത്താവാണെന്ന് വ്യക്തമായി പ്രഘോഷിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷവൽക്കരണം. ചോദ്യം ഒന്നുകൂടെ കേൾക്കാം. യഥാർത്ഥ സുവിശേഷവൽക്കരണം എന്താണ്? ഉത്തരം, യേശു കർത്താവാണെന്ന് വ്യക്തമായി പ്രഘോഷിക്കുന്നതാണ്. അടുത്ത ചോദ്യം, യേശുവിൻ്റെ നാമം ദൈവപുത്രനായ യേശുവിൻ്റെ നാമം, ഉപദേശം, ജീവിതം, വാഗ്ദാനങ്ങൾ, രാജ്യം, രഹസ്യം എന്നിവ പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷവൽക്കരണം സാധ്യമല്ല എന്ന് പറഞ്ഞത് ഏത് മാർപ്പാപ്പയാണ്? പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. അങ്ങനെ പറഞ്ഞത് പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. ഒന്നുകൂടെ കേൾക്കാം. ദൈവപുത്രനായ നസ്രായനായ യേശുവിൻ്റെ നാമം, ഉപദേശം, ജീവിതം, വാഗ്ദാനങ്ങൾ, രാജ്യം, രഹസ്യം എന്നിവ പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷവൽക്കരണം സാധ്യമല്ല എന്ന് പറഞ്ഞത് പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. അടുത്ത ചോദ്യം, ഏഷ്യയിൽ സഭ എങ്ങനെയാണ് സുവിശേഷം പ്രഖ്യാപിക്കുന്നത്? ഏഷ്യയിൽ സഭ എങ്ങനെയാണ് സുവിശേഷം പ്രഖ്യാപിക്കുന്നത്? ഉത്തരം, ശ്രോതാക്കളോട് സ്നേഹപൂർണമായ ആദരവോടും ബഹുമാനത്തോടും കൂടി ശ്രോതാക്കളോട്
സ്നേഹപൂർണമായ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഏഷ്യയിലെ സഭ സുവിശേഷം പ്രഖ്യാപിക്കുന്നത്. അടുത്ത തിരുവചനം, യേശുവിനെ ഏകരക്ഷകനായി അംഗീകരിക്കുന്നതിൽ ഏഷ്യക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത ചോദ്യം, യേശുവിനെ